ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ഈ വായനയെ, നമ്മുടെ ഈ പങ്കുവെക്കലിനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കാം. അമ്മ മാതാവ് ഇത് കേൾക്കുന്ന എല്ലാവരിലും മാനസാന്തരപ്പെടാനുള്ള ഒരു വെമ്പൽ ഉണ്ടാകാൻ ഇടവരുത്തട്ടെ. പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഇത് പ്രേരണ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് വായിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഈ പുസ്തകം മൊത്തം വായിച്ചിട്ടല്ല ഓരോ ഭാഗം വായിച്ചിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ഞാനും വായിക്കുകയാണ്. പിന്നെ അസുഖമൊക്കെ ആയതുകൊണ്ടും ഇടയ്ക്ക് എനിക്കിതൊക്കെ വിട്ടുപോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരുമ്പോഴാണ് ഞാൻ ഈ പുസ്തകവും വായിക്കുന്നത്. എനിക്ക് അവസാനത്തെ ഭാഗം ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിശയിച്ചു പോയി. ഞാൻ 10ാം ഭാഗത്തിൽ ഞാൻ കുറച്ച് എൻ്റേതായ കാര്യങ്ങൾ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എന്തായാലും കൂട്ടുകാർ, ഈ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കാൻ പറ്റിയല്ലോ, അത് നിങ്ങൾക്ക് പങ്കുവെക്കാനും പറ്റിയല്ലോ. ഇതിനോടകം എല്ലാവർക്കും പുസ്തകം കിട്ടിയിട്ടുണ്ടാകും. പുസ്തകത്തിൻ്റെ ആ വ്യക്തിയിൽ നിന്ന് ഞാൻ അറിഞ്ഞു വീണ്ടും അവർ പുസ്തകങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അനേകം മക്കൾ ഇത് വാങ്ങിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം. എന്നാലും നമ്മൾ ഒന്ന് ചേർന്ന് പങ്കുവെച്ച ഈ ഒരു പുസ്തകത്തിൻ്റെ വായന നമുക്ക് ഇന്നത്തോടു കൂടെ അവസാനിപ്പിക്കാം. ഇത് 11ാം ഭാഗമാണ്. ഇതിൽ വളരെ ഗൗരവമായ കാര്യങ്ങൾ അവസാനമായി പറയുന്നുണ്ട്. അന്ത്യവിധി, ശുദ്ധീകരണ സ്ഥലം, നരകം, സ്വർഗം ഒക്കെ. എൻ്റെ മക്കളെ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം എൻ്റെ ശരീരവും രക്തവും കൊണ്ട് നിങ്ങളെ തന്നെ പോഷിപ്പിക്കുക. ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വിട്ടുകളയാണ്. കാരണം എൻ്റെ ശരീരവും രക്തവും കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കുക. അത് മാത്രമാണ് നമുക്ക് ഈ അന്ത്യകാലത്ത് നമുക്ക് രക്ഷയുള്ളൂ. പ്രാർത്ഥന, പരിഹാരം, ദിവ്യകാരുണ്യ സ്വീകരണം, പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുക, ദിവ്യകാരുണ്യ ആരാധന, ഇതൊക്കെയാണ് നമ്മുടെ ആയുധങ്ങൾ. അതുപോലെ ഈ അവസാന മുന്നറിയിപ്പ് വരും, അന്ധകാരം വരും, ഭൂകമ്പങ്ങളും പ്രളയങ്ങളൊക്കെ വരും, അതുപോലെ അഗ്നി ഇറങ്ങും. ഇതെല്ലാം സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഭയപ്പെട്ടോടുകയോ അവരവരുടെ ജോലി അവസാനിപ്പിച്ച് വേറെ സ്ഥലത്തേക്ക് പോവുകയോ വേണ്ട. ലോകത്തിൻ്റെ എവിടെ ആയിരുന്നാലും നന്നായി ജീവിക്കുക, കൽപ്പനകൾ പാലിക്കുക, സ്നേഹത്തിൽ ജീവിക്കുക, സഹോദരങ്ങളെ വഞ്ചിക്കാതിരിക്കുക. ഇതെല്ലാം ഈ വായനയിൽ വരുന്നുണ്ട്. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ലോകം അവസാനിക്കാൻ പോവുക, അതേ യുഗം അവസാനിപ്പിക്കാൻ പോവുക, ഭയങ്കര പ്രശ്നങ്ങളാണ്. നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാം. കൂടുതൽ ശിക്ഷയിലേക്ക് നമ്മൾ വരും. ഈ പുസ്തകവും അതുപോലെയുള്ള പ്രവചനങ്ങളും നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതം മാറ്റ്, ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പ് പറയേ, അഹങ്കാരം വെടിയേ, എന്നിട്ട് വചനം കേട്ട് വചനമനുസരിച്ച് ജീവിക്കുക. പരിശുദ്ധ കുർബാന മുടക്കരുത്. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. അതാണ് ഇപ്പോൾ ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. കർത്താവ് കൊടുത്ത സന്ദേശമാണ്. എൻ്റെ മക്കളിൽ മഹാഭൂരിപക്ഷത്തെയും കാത്തിരിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. ലോകത്തിലെ ഒട്ടുമിക്ക ആളുകളും ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകും. അപ്പോഴാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്, ശുദ്ധീകരണത്തിൽ ഒഴിവാക്കി എന്നെ കൊണ്ടുപോണേന്ന്. അതിന് നന്നായി ജീവിക്കണം. വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചിന്തകളിൽ പോലും പാപമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എത്തണം. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അതിനൊക്കെ. എങ്ങനെയെങ്കിലും ശുദ്ധീകരണ സ്ഥലം കൂടാതെ രക്ഷപ്പെടാൻ. ഇത്ര വലിയ അസുഖം വെച്ചത് കൊണ്ട് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. കാരണം കുറേ സഹനങ്ങൾ കിട്ടുമ്പോൾ ഞാൻ പറയും, ദൈവമേ ശുദ്ധീകരണ സ്ഥലത്ത് തന്നെ കൊണ്ടുപോകണം കേട്ടോ, അധികം നേരം ഇരുത്തരുത്, ഒട്ടും ഇരുത്തണ്ട. ഈ സഹനങ്ങളൊക്കെ എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വീകരിക്കണമേ, നിൻ്റെ പാടുവീടുകൾ നിറഞ്ഞ ശരീരത്തോട് ചേർത്ത് എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഈ വരുന്ന വായനകളിലൊക്കെ പറയുന്നത് പരിഹാരം വേണം, സഹനം വേണമെന്നാണ്. അപ്പം സഹനമില്ലാത്തവർ എന്തു ചെയ്യും? പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിത് കേൾക്കുമ്പോൾ ഈ ചേച്ചിക്ക് എന്താ ഇങ്ങനെയെന്ന്. അല്ല, ഞാൻ എപ്പോഴും വായിക്കുമ്പോൾ കാണുന്നത് പരിഹാരം വേണം, സഹനം വേണം. സഹനം ഉണ്ടെങ്കിലേ പാപത്തിന് പരിഹാരമാവുള്ളൂ.
പ്രിയ കൂട്ടുകാരെ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ മക്കളെ, ദൈവവുമായും തങ്ങളുടെ സഹോദരമായും പൂർണ്ണമായും സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലല്ലാതെ മരിക്കുന്നവരുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടാനായി പോകുന്ന ഇടമാണ് ശുദ്ധീകരണ സ്ഥലം. ഈ ശുദ്ധീകരണ സ്ഥലത്ത് 3 തലങ്ങളായിട്ട് ഇവയെ വേർതിരിക്കാം എന്നാണ് പറയുന്നത്. മുകളിലെ തലം, മധ്യതലം, പിന്നെ അധോ തലം. ഓരോ തലത്തിലും പരിഹാരത്തിനായിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ ഉയർന്ന തലവും മധ്യതലവും സ്നേഹത്തിന്റെ ശുദ്ധീകരണത്തിനുള്ള സ്ഥലമാണ്. അവിടെയുള്ള ആത്മാക്കൾ സഹിക്കുന്നത് അവർക്ക് ദൈവദർശനം ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് മുകളിലത്തെ തലവും മധ്യതലത്തിലുള്ള ആളുകൾ ദൈവത്തിന് കാണുന്നില്ല, ആ ഒരു സഹനാണ്. അവിടെ മാതാവും എൻ്റെ മാതാവും മാലാഖമാരും 1-ാം ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കും. ഈശോയുടെ മാതാവ്, നമ്മുടെ മാതാവ്, മാലാഖമാരും 1-ാം ശുദ്ധീകരണ സ്ഥലത്ത് സന്ദർശിക്കുത്രേ. ശുദ്ധീകരണം പൂർത്തിയായ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തം എൻ്റെ അമ്മയ്ക്കാണ്. ഞാൻ പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മയും മാലാഖമാർ ശുദ്ധീകരണത്തേക്ക് വരുമെന്ന്. അത് ഈ 1-ാം തലത്തിലാണെന്നാണ് പറയുന്നത്. അതായത് വലിയ പാപങ്ങളൊന്നും, അധികം പാപങ്ങൾ ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞ് 1-ാം തലത്തിലെത്തിയവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകാനാണ് പരിശുദ്ധ അമ്മ ഓരോ ശനിയാഴ്ചയും വരിക. ബന്ദിങ്ങ ധരിച്ചവരോട് പറയില്ലേ, എപ്പം മരിക്കുന്നു അടുത്ത ശനിയാഴ്ച അമ്മ വന്ന് കൊണ്ടുപോകും. ബന്ദിങ്ങ ധരിച്ചത് കൊണ്ടായില്ല, അതിൻ്റെ കടമകൾ പൂർത്തീകരിക്കണം, പ്രസാദവരസ്ഥ ആയിരിക്കണം, സ്നേഹത്തിൽ വ്യാപരിക്കണം, എല്ലാത്തിൻ്റെയും പിന്നിൽ കൽപ്പനകൾ പാലിക്കണം, പരിശുദ്ധ കുർബാന, പരിശുദ്ധ ജപമാല, നല്ല ജീവിതം, സ്നേഹത്തിൻ്റെ ജീവിതം, വഞ്ചന, ചതി, മറ്റുള്ളവരെ അപമാനിക്കുന്നത്, ഇതെല്ലാം ചെയ്തിട്ട് ബന്ദിങ്ങ ധരിച്ച ഒരു കാര്യമില്ല. പിന്നെ പറയണം. അപ്പോൾ 1-ാം ശുദ്ധീകരണ സ്ഥലത്തേക്കാണ് മാതാവും മാലാഖമാരൊക്കെ വരിക. 1-ാം ശുദ്ധീകരണ സ്ഥലത്ത് മാതാവ് വന്ന് സമയമാകുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുപോകും. 2-ാം ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മിഖായേലാണ്. ആത്മാക്കളുടെ കാവൽക്കാരൻ അവനാണ്. തൻ്റെ തിരുനാൾ ദിവസത്തിലും കൂടാതെ ദൈവം തിരുമനസ്സാകുമ്പോഴൊക്കെയും മിഖായേൽ ഇവിടേക്ക് ഇറങ്ങി ആത്മാക്കളെ 1-ാം ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഓരോ ദണ്ഡവിമോചനങ്ങളും നമ്മൾ കാഴ്ചവെക്കുമ്പോഴും അവരെ അടിയത്തെ തട്ടിൽ നിന്നൊക്കെ കയറ്റി 1-ാമത്തെ ശുദ്ധീകരണ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അങ്ങനെ എത്തുന്നവരെയാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള എൻ്റെ അമ്മയുടെ പരിശുദ്ധമായ മാധ്യസ്ഥ അനേകരെ സ്വർഗത്തിലേക്ക് ഉയർത്താനും മറ്റനേകം പേരെ നിത്യ അഗ്നിയിൽ നിന്ന് രക്ഷിക്കാനും കാരണമാകുന്നുണ്ട്. 3-ാം ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ ആളിക്കത്തുന്ന അഗ്നിയുടെ ഇടമാണ്. എല്ലാ തിന്മയെയും പാപത്തെയും ദഹിപ്പിക്കുന്ന ശുദ്ധീകരണ അഗ്നിയാണിത്. ഈ 3-ാം തലത്തിൽ വെച്ച് ഭൂമിയിൽ ചെയ്ത എല്ലാ പാപങ്ങളെക്കുറിച്ചും അവിടെയുള്ള ആത്മാക്കൾ ഓർത്ത് വിലപിക്കും. തങ്ങളുടെ സഹോദരങ്ങളോട് കാണിക്കാതിരുന്ന സ്നേഹം, സ്വന്തം സഹോദരങ്ങളെ വഞ്ചിച്ചത്, ഇതെല്ലാം 3-ാം തലത്തിൽ കിടന്ന് അവർ മനസ്സിലാക്കും. അങ്ങനെ അവരെ എത്തിക്കാൻ കാരണമായിട്ട് ദുഷ്ടരൂപികളുണ്ട്. ഈ ദുഷ്ടരൂപികളുമായിട്ട് അവർ പോരാടും. ഈ ലോകത്തിൽ ദൈവത്തിൽ നിന്നാകുന്ന പാപത്തിൽ ജീവിച്ചിരുന്നവരുടെ ആത്മാക്കൾ 3-ാം ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകും. എന്നാലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവർ മരണത്തിന് തൊട്ട് മുൻപ് പാപക്ഷമ യാചിക്കുന്നതിന് അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അമ്മയോട് ഭക്തിയുള്ളവരാവാം, ജപമാല ചെല്ലുന്നവരാകാം. അപ്പം അങ്ങനെയുള്ളവർ നിത്യമായി നഷ്ടപ്പെട്ടു പോവുകയില്ല. അവർക്ക് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. എന്നോട് പലരും ചോദിക്കും, ആത്മഹത്യ ചെയ്ത ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? അവർ പോയില്ലേ നരകത്തിലേക്ക്? ആരും പോയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുക. ഏറ്റവും കഠിന പാപിയെ പോലും രക്ഷപ്പെടുത്താൻ കർത്താവ് കാത്തിരിക്കുമ്പോൾ വിധി സത്യത്തിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഏത് ആത്മാക്കൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അവസാന നിമിഷം ആ പാപി മാനസാന്തരപ്പെട്ടോ എന്ന് നിനക്ക് ഹൃദയം തുറന്ന് നോക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരാളും നിത്യനരകത്തിൽ പോയി എന്ന് നമ്മൾ വിധിക്കരുത്. അവസാന നിമിഷം അവൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ആ സമയത്ത് മിണ്ടാൻ പറ്റാതെ ICUയിൽ കിടക്കുകയായിരിക്കും, മാനസാന്തരപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അവൻ ചെയ്ത ഓരോ പാപങ്ങളും എണ്ണി 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 കണക്ക് കൊടുക്കും. സഹോദരന്മാരെ സ്നേഹിക്കാത്തത്, സഹോദരന്മാർക്കെതിരെ ഒരു ചെറുവിരൽ പോലും ജീവിച്ചിരിക്കുന്ന കാലത്ത് അനക്കിയിട്ടില്ല. എന്നിട്ട് സുന്ദരമായിട്ട് ICUകളിലും വെന്റിലേഷനിലൊക്കെ കിടന്ന് ബോധമില്ലാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവസാന നിമിഷം എന്തായാലും ഒരു പശ്ചാത്താപം വരും.
ദൈവമേ, ഇത്രയല്ലേ ഉള്ള ജീവിതം, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, എൻ്റെ സഹോദരങ്ങളെ സഹായിക്കാമായിരുന്നു, സ്നേഹിക്കാമായിരുന്നു, നല്ലത് കുറെ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നും. അപ്പോൾ ദൈവം അവനോട് കരുണ കാണിക്കും. പക്ഷേ ഏതൊക്കെ നന്മകൾ നീ ചെയ്യാതെ പോയോ അതിനൊക്കെ എണ്ണി 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 കണക്ക് കൊടുക്കേണ്ടി വരും. അത് ഉറപ്പാണ്. ഒരാളും വിചാരിക്കരുത് ഭൂമിയിൽ അടിച്ചു പൊളിച്ച് നടന്ന് മരിക്കുമ്പോൾ നാട്ടുകാർ കുറച്ച് കുർബാനയും ചൊല്ലും എനിക്ക് രക്ഷപ്പെടാമെന്ന്. ഒരിക്കലും ഇല്ല. നാട്ടുകാർ ചെല്ലുന്ന ഈ കുർബാന നിനക്ക് ഫലിക്കണമെങ്കിൽ നിന്റെ നന്മ എന്തുമാത്രം ഉണ്ടായിരുന്നോ ഭൂമിയിൽ അതിൻ്റെ തോതനുസരിച്ച് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ദൈവം വിചാരിച്ച സമയം വരെ അവിടെ ശുദ്ധീകരണയിൽ കിടക്കേണ്ടി വരും. കുറച്ച് ആശ്വാസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും. ഇത് കേൾക്കണം. മൂന്നാം ശുദ്ധീകരണ സ്ഥലത്തുള്ള ഈ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനകൾ, നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ മാത്രമേ അവരുടെ ആത്മീയ പോരാട്ടത്തിൽ അവരെ ബലപ്പെടുത്താൻ സഹായിക്കുള്ളൂ. അവരുടെ ഒരു അവസ്ഥ നോക്കി, ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവില്ല, കുർബാന വേണ്ട, കുമ്പസാരം വേണ്ട, ആദ്യ കുർബാന സ്വീകരണമൊന്നും വേണ്ട, അതൊക്കെ വെറുതെ. മരിച്ചു ചെല്ലുമ്പോൾ അവിടെ അവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ ഈ ദയോടെ കൊടുക്കുന്ന ഒരു കുർബാനയോ കാരുണ്യപ്രവൃത്തികളുടെ കാഴ്ചവെപ്പേ ഉള്ളൂ. നമ്മൾ കാഴ്ചവെച്ചില്ലെങ്കിൽ അവിടെ കിടക്കും. അവർ അത്രയ്ക്ക് പാപികളായതുകൊണ്ട് അവരെ ദൈവം നമ്മുടെ ദയയ്ക്ക് വേണ്ടി കാത്തിരിപ്പിക്കും. ആ അവസ്ഥയൊന്ന് നോക്കി. അവരുടേതായിട്ട് ഒരു നന്മയില്ല, ഒന്ന് ഡിലീറ്റ് ചെയ്ത് പോകാനായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചു. സഹോദരങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. സ്വന്തം സഹോദരങ്ങൾക്ക് ഭക്ഷണമില്ലാതെ, പഠിപ്പിക്കാൻ ആളുകളില്ലാതെ വിഷമിക്കുമ്പോൾ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അതല്ലെങ്കിൽ തൊട്ട അയൽവാസികൾ ഭക്ഷണമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ 25,000 രൂപയുടെയും 1,00,000 രൂപയുടെയും സാരികൾ ചുറ്റി നടക്കും. എൻ്റെ തൊട്ടപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് ഞാൻ എന്തിനന്വേഷിക്കണം? അത് അവരുടെ വിധി. പക്ഷേ മരിച്ച് അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പറയാണ്, ഈ മൂന്നാം സ്ഥലത്ത് കിടക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ദയുള്ളൂ. നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ കർത്താവ് ഇവിടെയുള്ളവരെയൊക്കെ മറപ്പിക്കും. എന്തിനാണെന്നോ? അവരുടെ ശുദ്ധീകരണം പൂർത്തിയാക്കാൻ. പക്ഷെ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അധികം ആവശ്യമുള്ളത് ഈ മൂന്നാം തട്ടിൽ കിടക്കുന്നവരാണെന്നാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുന്നു, എൻ്റെ മക്കളെ, ഈ ലോകത്തു നിന്നുള്ള കടന്നു പോകലിന് ശേഷം ആത്മാക്കൾ ചെന്നെത്തുന്ന ആത്മീയ ഇടങ്ങളാണ് സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഭൂമിയിലായിരിക്കുമ്പോൾ വഞ്ചന, ചതി ഇതൊക്കെ ചെയ്തവരും സ്വന്തം ജീവിത പങ്കാളികളെ അടിച്ചിരുത്തിയവരെ കണ്ടിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുർബാനയ്ക്കൊന്നും പോയിരുന്നില്ല. ഒരു ഡ്രൈവറെ കണ്ടിട്ടുണ്ട്. കഷ്ടം തോന്നും. അതുകൊണ്ട് ഇപ്പോൾ ജീവിക്കുമ്പോൾ ഓരോരുത്തർ കാണിക്കണ കാണുമ്പോൾ ദൈവമേ, മരിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. അതൊന്നും ഇല്ലാന്ന വിചാരം. അങ്ങനെ ഇല്ലാതെ പോവില്ലല്ലോ. ആരെങ്കിലും ഒരാളെ സൃഷ്ടിക്കാണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരില്ലല്ലോ. ആ സൃഷ്ടിച്ചവൻ എൻ്റെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു ചെല്ലണം. അതൊരു ഭയങ്കര സത്യമാണ്. ഇതൊന്നും പറഞ്ഞാൽ ഇനി മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്ന് എനിക്കറിഞ്ഞൂടാ. പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ അഥവാ ശുദ്ധീകരാഗ്നിയുടെ സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. ദഹിപ്പിക്കുന്നതും എന്നാൽ ഒരിക്കലും കെടാത്തതുമായ അഗ്നിയുടെയും പീഡനത്തിൻ്റെ ആത്മീയ ഇടമാണ് നരകം. മാരക പാപാവസ്ഥയിലാണെങ്കിൽ ചിന്തിക്കുക, എത്രയും വേഗം കുമ്പസാരക്കൂട്ടിലേക്ക് കയറുക. അവിടെ നിന്റെ ഈശോ, നമ്മുടെ ദൈവം കാത്തിരിക്കുന്നുണ്ട്. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും തൂമഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കും. പാപമോചനം കിട്ടും. പരിഹാരം നിന്നിൽ നിന്ന് എന്തായാലും വാങ്ങുക തന്നെ ചെയ്യും. എൻ്റെ ആഗമനത്തിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. ചെമ്മരിയാടുകളും കോലാടുകളുമായി വേർതിരിക്കപ്പെടേണ്ട സമയം വന്നിരിക്കുന്നു. ആദവും ഹവ്വായും മുതൽ ഭൂമിയിലെ അവസാനത്തെ മനുഷ്യൻ വരെ സകല മനുഷ്യരും അവസാനത്തെ വിധിയിൽ എഴുന്നേറ്റ് നിൽക്കും. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ആദവും ഹവ്വയും മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എല്ലാവരും വിധിക്കായിട്ട് നിൽക്കും. ഒരാൾക്കും ഒഴികഴിവില്ല. നന്മ ചെയ്തവര് വലതുഭാഗത്തും തിന്മ ചെയ്തവര് നിത്യശിക്ഷയ്ക്കും. അതിൻ്റെ മുമ്പിൽ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാനസാന്തരപ്പെടണം, പരിഹാരങ്ങൾ ചെയ്യണം, മാപ്പ് പറയണം. ഇതാണ് ഈ പ്രവചനങ്ങളുടെ ഒക്കെ ഉദ്ദേശം. അതുപോലെ കർത്താവ് പറയുന്ന, സഹോദരരെ വെറുക്കുക, അവർക്ക് ദ്രോഹം ചെയ്യുക, അവരെ അപവാദം പറഞ്ഞ് ജീവിതം തകർത്തവരെ കർത്താവ് ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. കൊല്ലുന്നവരെ, വഴി പിഴയ്ക്കുന്നവരെ. അതുപോലെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്കിത് അറിയില്ല, നിങ്ങളുടെ അവസാന ദിനം ഇന്നാണെന്ന് ഓർത്ത് നിങ്ങൾ മാനസാന്തരത്തിനായിട്ട് ഒരുങ്ങിക്കൊള്ളുക.
പിന്നെ കർത്താവ് പറയാം, വരും വർഷങ്ങളിൽ വിശുദ്ധ സ്ഥലങ്ങളെയും കന്യാസ്ത്രീ മഠങ്ങളെയും അശുദ്ധമാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും. സഭയുടെ അനുയായികൾ ചിതറിക്കപ്പെടും. പിശാച് എല്ലാ ഹൃദയങ്ങളുടെയും രാജാവെന്ന പോലെ സ്വയം അവരോധിക്കും. സന്യാസാശ്രമങ്ങളുടെയും സഭകളുടെയും ചുമതലയുള്ളവരെ നിങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ജാഗ്രതയോടെ ഇരിക്കണം. പുതിയ പുതിയ വ്യക്തികളെ ആശ്രമങ്ങളിലേക്കും പുരോഹിത വൃത്തിയിലേക്കും തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. കാരണം പിശാച് ദുഷ്ടതയുള്ളവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടാനായിട്ട് തക്കം പാർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അമ്മ മാതാവ് പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, സമയം കുറച്ചേ ഉള്ളൂ. പിന്നെ സാത്താന്റെ പുക വിശുദ്ധ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളും വിശുദ്ധ സ്ഥലങ്ങളും പിശാചിന്റെ സ്ഥലങ്ങളായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതാണ് സാത്താന്റെ പുക തീർത്ഥാടന കേന്ദ്രങ്ങളും വിശുദ്ധ സ്ഥലങ്ങളിലും. മാതാവ് ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പ്രവചനങ്ങളിലുള്ളത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലരും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വരുന്നത്. വളരെ സത്യമാണത്. അത്ഭുതങ്ങൾ കിട്ടിയില്ലെങ്കിൽ കുറച്ചു നാൾ അവിടെ പോകും, വേറെ സ്ഥലത്തേക്ക് പോകും. ആത്മാർത്ഥമായ മാനസാന്തരത്തിന് ഒരു താല്പര്യവുമില്ല. കുറെ കാര്യങ്ങൾക്ക് എഴുതി വെക്കും, ചെയ്യാനൊക്കെ തുടങ്ങും. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റാളുകളോട് വെറുപ്പ് വൈരാഗ്യം അഹങ്കാരമൊക്കെ വെച്ച് പുലർത്തുകയാണ്. അപ്പൊ ഇവിടെ പറയാണ്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വരുന്നത്? ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഇത്ര കാര്യങ്ങൾ ചെയ്താൽ ഇന്നത് ശരിയാകും. അങ്ങനെ അത്ഭുതത്തിന് വേണ്ടി തീർത്ഥാടന കേന്ദ്രങ്ങൾ ആയി മാറും. അതുപോലെ പറയുന്നു പള്ളികളിൽ വർത്താനം പറയുന്നവര്, അതുപോലെ പറയുന്നു മോശമായ വസ്ത്രം ധരിച്ച് വിശുദ്ധ സ്ഥലങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ എന്തുമാത്രം സഹിക്കേണ്ടി വരും. ചിലർ മൊബൈൽ ഫോണിൽ സംസാരിക്കണു, ചിലർ ചുയിങ്കം ചവയ്ക്കണു, വസ്ത്രം ഇങ്ങനെ നാമമാത്രമാക്കിയിട്ട് മറ്റുള്ളവർക്ക് സ്വയം പ്രദർശന വസ്തുവാകുന്നു. ഇത് മുൻപ് പറഞ്ഞപ്പോൾ ഇതൊന്നും മാനസിച്ച് ഉണ്ടാക്കി പറയുന്നതല്ല കേട്ടോ. അനുദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പള്ളിയിൽ പോയാൽ കണ്ണൊന്ന് തുറന്ന് അൾത്താരയിലേക്കൊന്ന് നോക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് കണ്ണ് സ്ത്രീജനങ്ങളുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിശുദ്ധിയും നഷ്ടപ്പെടും. എല്ലാ വിശുദ്ധിയും ഗ്രാമപ്രദേശമോ ടൗൺ പ്രദേശത്തിന് വ്യത്യാസമൊന്നുമില്ല. ഇന്ന് പിശാച് എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ നഗ്നത പ്രദർശിപ്പിക്കലാണ് വലിയവരുടെ ഒരു അടയാളം എന്നാണ് ഈ യുവാക്കളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും, തലമുടിയിലാണ് ഇപ്പോൾ പിശാച് കയറിയിരിക്കുന്നത്. തലമുടിയിൽ അത് എങ്ങനെ കിടക്കണം, എങ്ങനെ അതിനെ ഒരുക്കണം എന്ന് വെച്ച് കുർബാനയുടെ സമയത്ത് പോലും ഞാൻ നിരന്തരം കാണുന്ന കാഴ്ചയാണ്. മുടി അങ്ങോട്ടിടുന്നു, ഇങ്ങോട്ടിടുന്നു, ക്ലിപ്പിടുന്നു, പിന്നെ അത് വീണ്ടും ഊരിടുന്നു. ഇതൊന്നും ഉണ്ടാക്കി പറയുന്നില്ല. ഞാൻ എൻ്റെ നേത്രങ്ങൾ കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ കാണുന്നത്. മുടി ശരിയാക്കാണ്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കാഴ്ച സമർപ്പണം നടക്കുക. കനിവോടെ സ്വീകരിക്കണമേ. നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായിത്തീരുന്ന സമയം ഈ പെൺകുട്ടി മുടി ശരിയാക്കിക്കൊണ്ടിരിക്കുക. എത്ര നേരം അങ്ങനെ ശരിയാക്കിക്കൊണ്ടിരുന്നു. ഞാൻ കണ്ണടച്ച് തുറന്ന് കാഴ്ച സമർപ്പണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഈ കുട്ടി ക്ലിപ്പ് ശരിയാക്കിക്കൊണ്ടിരിക്കുക. ചെറിയ കുട്ടിയൊന്നല്ല, 20-21 വയസ്സായത്. മുടി ചെമ്പിപ്പിക്കാൻ തോന്നുന്നുണ്ട്, പച്ച കളർ അടിക്കുന്നുണ്ട്, ചുവപ്പ കളർ അടിക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ വെട്ടുന്നുണ്ട്. എന്ത് ചെയ്താണ് എൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്താലാണ് ഞാൻ മറ്റുള്ളവരെ ആകർഷിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ യുഗം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സന്ദേശം പറയുന്നു, തീർത്ഥാടന കേന്ദ്രങ്ങളും ദേവാലയങ്ങളും വിശുദ്ധ സ്ഥലമാണ്. പരിഹാരം ചെയ്യാനും പ്രാർത്ഥിക്കാനുമുള്ള സ്ഥലമാണ്. നിങ്ങളുടെ ഈ പ്രവർത്തികൾ കണ്ട് ഞാൻ കണ്ണീരൊഴുക്കുകയാണ്. ദൈവനിന്ദയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുപോലെ പറയാം, സക്രാരികളുടെ മുമ്പിൽ വരുന്നത്, വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്, ഗ്രോട്ടോയിൽ വരുന്നതെല്ലാം ദണ്ഡവിമോചനമുള്ളതാണ്. നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ ഇത് ആവശ്യമാണ്. ഈ ദണ്ഡവിമോചനങ്ങളാണ് നിങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത്. അതുകൊണ്ട് വിശുദ്ധ സ്ഥലങ്ങളിൽ വിശുദ്ധിയോടെ പ്രവേശിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ മക്കളോ നമ്മുടെ കുഞ്ഞുമക്കളോ ഇതുപോലെ നാമമാത്രമായി വസ്ത്രം ധരിച്ച് ചെറുപ്പം മുതലേ പോകുമ്പോൾ അപ്പോഴേ അവരെ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടാത്തതുപോലെ നമ്മുടെ ലോകം നശിച്ചു പോകും. അടുത്ത പ്രവചനമാണ്, ദേവാലയങ്ങളിൽ നിന്ന് ദിവ്യകാരൻ എടുത്തു മാറ്റും. എങ്കിലും നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. പിന്നെ വിശ്വാസ സംബന്ധമായ പ്രബോധനങ്ങൾ മാറ്റരുത്. പലതും വേറെ വ്യാഖ്യാനം, പുതിയ പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞു വരും. അതിലൊക്കെ സാത്താൻ പലതും ചേർത്ത് വെക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു,
പരിശുദ്ധ സുവിശേഷവും പ്രാർത്ഥനകളും മാറ്റാൻ ആരംഭിച്ചു കഴിഞ്ഞു സാത്താൻ. അങ്ങനെയുള്ളവർ അഗ്നി ദഹിപ്പിക്കപ്പെടും. എൻ്റെ പുത്രൻ പെട്ടെന്ന് മടങ്ങി വരും. നിങ്ങൾ അവൻ്റെ വരവ് കാണും. അതിനു മുൻപേ സ്വർഗത്തിൽ നിന്നുള്ള അടയാളങ്ങൾ നിങ്ങൾ കാണും. ലോകവസ്തുക്കളോട് നിങ്ങൾ കെട്ടിയിടപ്പെടരുത്. വേഗം മാനസാന്തരപ്പെടാനായിട്ട് നിങ്ങൾ ഒരുങ്ങുക. തൻ്റെ സമയം ഇത് ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞതാണ് വായിച്ചപ്പോൾ. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുക. കാരണം അവൻ്റെ സമയം അവസാനിക്കാറായി. ഇപ്പോൾ ഈ ലോകത്ത് സാത്താൻ ഇങ്ങനെ മനുഷ്യരെ കൂടെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ലേ ഇതെന്താ ഇതെന്ന്? പ്രസവിക്കുന്ന കുട്ടീനെ വലിച്ചെറിയുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അപ്പൻ്റെ ഗർഭം കുഞ്ഞുകുട്ടി ചുമക്കുന്നു, സഹോദരൻ്റെ ഗർഭം സഹോദരി ചുമക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ സാത്താനാണെന്ന്? എന്തുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ്റെ സമയം അവസാനിക്കാറായി. മാക്സിമം ഈ അവസാന സമയത്ത് അവൻ മനുഷ്യരെ വലയം വെച്ചുകൊണ്ടിരിക്കുക. അതുപോലെ സഹോദരങ്ങൾക്കെതിരെ നിഷേധാത്മക ചിന്തകൾ നിറച്ച് വെറുപ്പ്, വിദ്വേഷം, പിന്നെ അഹങ്കാരമാണ് എടുത്തു പറയുന്നത്. അഹങ്കാരം പറയുന്നു. കൊടുങ്കാറ്റ് വരും, നിങ്ങളത് കാണും. അഭയകേന്ദ്രങ്ങൾ ഒരുക്കേണ്ടവരും. സാത്താൻ അനേകം മക്കളെ സ്വാധീനിക്കുന്നത് അഹങ്കാരം കൊണ്ടും അഹന്ത കൊണ്ടുമാണ്. നിങ്ങളൊന്ന് ഓർത്താൽ മതി. ഇന്ന് നോഹയുടെ പേടകം പണിതപ്പോൾ എല്ലാവരും അവനെ ബോഷൻ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഇനി ഉണ്ടാകും. ഈ സന്ദേശങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളെ ബോഷൻ എന്ന് വിളിക്കും. എന്നെയൊക്കെ വിളിക്കുന്ന എന്തുമാത്രം ആളുകൾ വിളിക്കുന്നുണ്ടാകുന്നറിയോ? ഈ ചേച്ചിക്ക് വട്ടാന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ആര് വട്ടാന്ന് പറഞ്ഞാലും ഞാനിത് പറയുക തന്നെ ചെയ്യും. ഈ കരുണയുടെ അവസാന മണിക്കൂറല്ല, പ്രവചനങ്ങൾ. പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിലും അംഗീകരിക്കപ്പെട്ട പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. അതുകൊണ്ട് ഞാനിതിനെ കുറിച്ച് ഒട്ടും വേവലാതിപ്പെടുന്നില്ല. മരിക്കുന്നതിനേക്കാൾ മുമ്പ് ഇതൊന്ന് പറഞ്ഞു തീർക്കണം. മരിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാളെങ്കിലും ഇത് നന്നായി എടുത്താൽ ഞാൻ മരിച്ചു പോകുമ്പോൾ പിന്നെ ആ ആൾ ഏറ്റെടുത്ത് തുടങ്ങിക്കോളും പ്രഘോഷണം. പ്രിയ സഹോദരങ്ങളെ, അനേകം മക്കൾ ഇന്ന് പറയുന്നുണ്ട്, പക്ഷെ ആരും അവർ വിശ്വസിക്കില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഇനി നിങ്ങൾക്ക് അറിവില്ല എന്ന് പറയരുത്. ഞാൻ വേണ്ടത്ര അടയാളങ്ങൾ, വേണ്ടത്ര പ്രവചനങ്ങൾ മറ്റുള്ളവരെ കൂടെ ഞാൻ നടത്തിക്കഴിഞ്ഞു. ആ ദിവസങ്ങൾ നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഇല്ലാതാവുന്നു. അല്ല, എൻ്റെ പിതാവ് അവസാന നിമിഷം, കരുണയുടെ അവസാന നിമിഷം വരെയും പൂർത്തിയാകാൻ എൻ്റെ പിതാവ് ക്ഷമാപൂർവം കാത്തിരിക്കുകയാണ്. ആത്മാക്കളുടെ രക്ഷയാണ് എൻ്റെ പിതാവിൻ്റെ ഏക ലക്ഷ്യം. ഞാൻ ഇത്രയധികം അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഇതിന് മുൻപൊരിക്കലും സ്വർഗത്തിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടില്ല. എന്തിനാണെന്നറിയോ? എങ്ങനെയെങ്കിലും മനുഷ്യർ രക്ഷപ്പെടട്ടെ, മാനസാന്തരപ്പെടട്ടെ. യുവജനങ്ങളോട് പറയുന്നു, ചെറുപ്പക്കാരെ, നിങ്ങൾ ശരീരങ്ങൾ തുളയ്ക്കുകയും ടാറ്റു ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വ്യസനിക്കുന്നു. പച്ച കുത്തുമ്പോൾ ഒരു റോസപ്പൂവായാലും കുരിശടയാളാണെങ്കിൽ പോലും അതുവഴിയായി അവർ തങ്ങളെ പരോക്ഷമായി പിശാചിന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പകലും രാത്രിയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഏറ്റവും ഭീകരമായ നാശത്തിൻ്റെ കാലമാണിന്ന്. ആരെന്ന് വ്യത്യസ്തമില്ല, രാത്രിയും പകലും മൊബൈൽ ഫോൺ. പുതപ്പ് മൂടിയിടാതിരുന്ന് മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. ആർക്കാ വിളിക്കുന്നത്? ഞാൻ ഈ അടുത്ത കാലത്ത് 1-2 പിള്ളേരെ കണ്ടുമുട്ടി. സ്കൂളിലേക്കെന്ന് പറഞ്ഞു വരും. അവരെന്നോട് പറഞ്ഞതാ, ഇത് ഉണ്ടാക്കി പറയുന്നില്ല. ഞാൻ നിങ്ങൾ എങ്ങനെ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നു? അത് മൊബൈൽ ഫോൺ കൂടെ കണ്ടുപിടിക്കുന്ന ഓരോരുത്തരാണ്. ഈ മൊബൈൽ ഫോൺ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവസാനം എന്താ? അപ്പം ഞാൻ അവരുടെ ഓപ്പണായി ചോദിച്ചു, അപ്പം നീ ഗർഭിണിയായാലോ? ഗർഭിണിയാവാനാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. വയസ്സ് 17, പഠിക്കുന്നത് +1. ഇത് വേറെ സ്ഥലത്തൊന്നല്ല, ഈ പ്രദേശത്തൊക്കെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, എല്ലാം കൈവിട്ടു പോയി. പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക, മാപ്പ് ചോദിക്കുക. കഴിയാവുന്ന നമ്മുടെ മക്കളെ നന്നായി വളർത്തുക, എപ്പോഴും അവരുടെ മേലെ ഒരു കണ്ണുണ്ടായിരിക്കുക. ഇത്രയൊക്കെ ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്തത് അമ്മ പറയുന്നു, ജനങ്ങൾ ആസ്വദിക്കുന്ന കനത്ത മെറ്റാലിക് സംഗീതം മുഴുവനും മറുതലിപ്പിൻ്റെയും വിശ്വാസത്യാഗത്തിൻ്റെയും മരണത്തിൻ്റെയും സന്ദേശങ്ങളാണ്. ഇങ്ങനത്തെ പാട്ട് പാടുന്ന കുറേ കുട്ടികൾ, അടിച്ചു പൊളിച്ചുള്ള പാട്ട് പാടുന്ന കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്തു പോയത് എനിക്കറിയാം. ആരതൊക്കെ അന്വേഷിക്കുന്നത്?
അതൊക്കെ അന്വേഷിക്കാൻ എവിടെയാ ഗവൺമെൻറ്റിനും മറ്റുള്ളവർക്കൊക്കെ നേരം? ആ കുട്ടി ആത്മഹത്യ ചെയ്താൽ എന്താണാവോ? ഇങ്ങോട്ട് വരും, എന്നിട്ട് ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കുമോ, എന്തായിരുന്നു അവളുടെ പ്രശ്നം പറയും കർത്താവ്. അപ്പം എന്ത് ചെയ്യും? കുർബാനർപ്പിക്കും. സ്വവർഗ ലൈംഗിക ബന്ധങ്ങൾ, മയക്കമരുന്നിന് അടിമകൾ, ഇതൊക്കെ അവസാനം ഇവർ ആത്മഹത്യയിലേക്കാണ് നയിക്കുന്നത്. റൂം അടച്ചിട്ടിട്ട് പഠിക്കാന്ന് പറയുമ്പോൾ വിശ്വസിക്കരുത്. റൂം അടച്ചിട്ടുള്ള ഒരു പണിയും വേണ്ട എന്ന് പറയാം. നീ റൂം തുറന്നിട്ടിരുന്നാൽ മതി. റൂം അടച്ചിട്ടുള്ള ഒരു പണിയും വേണ്ട. വിവാഹത്തിന് മുമ്പുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എന്താ അപ്പനും അമ്മയും കണ്ടാലേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ? പ്രിയ സഹോദരങ്ങളെ, അമ്മ എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെങ്കിൽ ഓർത്തിട്ട് ചെയ്യണം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ജനലേമ കെട്ടി തൂങ്ങിയിട്ട് ഒരിക്കൽ അമ്മയപ്പനും വന്നു. എൻ്റെ മകൻ എന്താ അങ്ങനെ ചെയ്തത്? നല്ല കുട്ടിയായിരുന്നു. എന്താണ് കാരണം ചേച്ചി ഒന്ന് പറയുമോ? കാരണം ഞാൻ അന്വേഷിച്ചിട്ട് എന്താ കാര്യം? കുട്ടി ഫോണിൽ കൂടെ ആരൊക്കെയായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അമ്മ അപ്പനത് അറിഞ്ഞിട്ടില്ല. എന്തിനാ മൊബൈൽ ഫോണാണ് കൊടുക്കണേ? എൻ്റെ അമ്മമാരെ എൻ്റെ അപ്പന്മാരെ മൊബൈൽ ഫോൺ നിങ്ങൾ കൊടുക്കണുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഒപ്പം ഇരിക്കി, കഷ്ടപ്പെട്ടിരിക്കി. ഒരമ്മോട് ചോദിച്ചപ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കും, പഠിക്കാനുണ്ടേ ചേച്ചി. അപ്പോൾ അവർക്ക് പഠിക്കണ്ടേ? ഞാൻ പഠിക്കുന്ന നേരം വരെ നിങ്ങൾ കുട്ടികളുടെ ഒപ്പം ഇരിക്കുക, കഷ്ടപ്പെട്, സഹിച്ചിരിക്കുക. അല്ല, രാത്രി 10 മണി വരെ 11 മണി വരെയൊക്കെ പഠിക്കണ്ടേ? 12 മണി വരെയൊക്കെ പഠിക്കുക. ഞാൻ പഠിക്കുകയാണോ? 12 മണി വരെ ഒന്നും പഠിക്കണില്ല. ഉള്ളത് വേഗം പഠിക്കാൻ പറഞ്ഞാൽ എല്ലാ കുട്ടികളുടെ മുമ്പിൽ അമ്മ ഇരിക്കുക, ഓരോരുത്തരോരോരുത്തർ പഠിക്കാനിടുക. ഏത് മൊബൈലാണ് വേണ്ടത്? ആ മൊബൈൽ നീ ഇതെടുത്തോ, നീ അതെടുത്തോ. എല്ലാം കഴിഞ്ഞ് മൊബൈലും വാങ്ങി വെക്കുക ഒരു പരിധി വരെ. ഇനി വലിയ പിള്ളേരുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി വെക്കാൻ പറ്റൂ? പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മ ഡിപ്രഷനിലേക്ക്, നിരാശയിലേക്ക് മനുഷ്യക്കുട്ടികളെ നയിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ സംഗീത ആലാപനം ഉണ്ടല്ലോ, അടിച്ചു പൊളിച്ച് സംഗീതം പറയുന്നൊരു പെൺകുട്ടിയാണ് കെട്ടിത്തൂങ്ങിപ്പോയേ. എന്നിട്ട് എല്ലാവരും എന്തൊരു സ്മാർട്ടായിരുന്നു, ഡാൻസിലൊക്കെ എന്തൊരു ഇതായിരുന്നു, ഭയങ്കര സിനിമാറ്റിക് എന്തോ ഡാൻസ് എന്തിട്ടൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ ഡാൻസുകളൊക്കെ അവൾ ചെയ്യും. അവസാനം അവൾ അവിടെ കെട്ടിത്തൂങ്ങി. ആരിത് പുറത്ത് പറയുന്നില്ല? കനനാണക്കേടല്ലേ? ആരും ഇത് പുറത്ത് പറയുന്നില്ല. ഒരുപാട് ജീവിതങ്ങൾ ഈ ചേച്ചിയുടെ മുമ്പിൽ കൂടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈശോയോട് കരഞ്ഞു പറയും, ദൈവമേ, എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ മരിച്ചുപോയി എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു കുർബാന മാറ്റി വെച്ചിരിക്കുക. അവർക്ക് എന്ത് മാത്രം അത് ഫലം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അഹങ്കാരത്തിൻ്റെ, മദ്യത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ എല്ലാം പിടിയിൽ പെട്ടുകിടക്കുകയാണെന്നാണ് പറയുന്നത്. ഈ മെറ്റാലിക് സംഗീതത്തിന് അവരെ പ്രേരിപ്പിച്ച പിശാചുക്കൾ നരകത്തിൽ അവരെ സ്വീകരിക്കാനുണ്ടാകുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നു, അനുദപിക്കുക. എത്രയും പെട്ടെന്ന് അടയാളം വരാൻ കാത്തു നിൽക്കാതെ, മുന്നറിയിപ്പ് വരാൻ കാത്തു നിൽക്കാതെ നിങ്ങൾ അനുദപിക്കാൻ. എന്നിട്ട് പറയുകയാണ്, അനേകം സഹോദരങ്ങൾ തങ്ങളുടെ പാപാവസ്ഥ തിരിച്ചറിയുമ്പോൾ നിരാശയിലാകും. എന്താണെന്നറിയോ? സമയം വൈകി പോയിട്ടുണ്ടാകും. അതൊരു വല്ലാത്ത അവസ്ഥ കേട്ടോ. സമയമില്ല, ഇനി എന്ത് ചെയ്യും? അതിനേക്കാൾ മുൻപ് ഇപ്പോഴേ തുടങ്ങ് പരിഹാരം ചെയ്യാനും അനുദപിക്കാനും കണ്ണുനീരോടെ ദൈവത്തിന് മുൻ മാപ്പ് പറയാൻ. പിശാച് പരിശുദ്ധ കുർബാനയെ വെറുക്കുന്നു. അതുകൊണ്ട് കുർബാനയിൽ നിന്ന് അകറ്റാൻ അവൻ പല തന്ത്രങ്ങളും ചെയ്യും. കുർബാനയെ അകറ്റാനുള്ള ഏത് തന്ത്രമാണെങ്കിലും വിചാരിച്ചോ, ഇത് നിയമമൊന്നല്ല, ഇത് പിശാചാണെന്ന്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പരദീസയിൽ എത്തണമെങ്കിൽ സഹനം കൂടിയേ തീരൂ. അതുകൊണ്ട് നിശബ്ദമായി സഹനം ഏറ്റുവാങ്ങുക. സകലരും മാനസാന്തരപ്പെട്ട് പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി ആ സഹനം കാഴ്ചവെക്കുക. ആലിസിച്ചി എപ്പോഴും പറയുന്ന കാര്യമാണ്. ജീവിതത്തിലെ സഹനങ്ങൾ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടും മറ്റുള്ളവർ രക്ഷപ്പെടാൻ വേണ്ടിയും കാഴ്ചവെക്കുക. പിശാച്, വെറുപ്പ്, വിദ്വേഷം ഇതൊക്കെ കുത്തി നിറക്കി. അമ്മ പറയാണ്, ഞാൻ കൃപ നിറഞ്ഞവളായതുകൊണ്ടാണ് എനിക്ക് ഇതിനെയെല്ലാം മറികടക്കാൻ ശക്തി കിട്ടിയത്. നിങ്ങളും കൃപ നിറഞ്ഞവരായിരിക്കണം എന്ന്. എൻ്റെ പുത്രൻ ഉടൻ വരും എന്ന് പരിശുദ്ധ അമ്മ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. ആകാശത്തിൽ നിന്ന് അഗ്നി അയക്കും, അതിനായി ഒരുങ്ങിയിരിക്കുക. പാപക്ഷമ യാചിക്കാൻ എല്ലാവരോടും പറയുക. അമ്മ പറയുകയാണ്, ഭൂകമ്പങ്ങൾ, പ്രളയങ്ങൾ ഇതൊക്കെ വരും, നിങ്ങളതൊക്കെ ഉറക്കെ പ്രഘോഷിക്കുക. ആരും നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും പ്രഘോഷിക്കുക എന്നാണ് പറയുന്നത്. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നിങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയുള്ളൂ. എന്നിട്ട് പറയാം, നിങ്ങളെക്കുറിച്ച് തിന്മ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട. നിങ്ങളെല്ലാം എൻ്റെ പുത്രന് പരമേൽപ്പിക്കുക. പക്ഷേ നമ്മളെല്ലാവരും ക്ഷമിക്കുക, ആരോടും വെറുപ്പ് വയ്ക്കരുത്. കുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കുക നന്മയിൽ ജീവിക്കാൻ എന്നാണ് പറയുന്നത്. പറയുകയാണ്, കുറേ പേര് ഇപ്പോൾ പരിഭ്രാന്തരായിട്ടുണ്ട്. എന്തിനാ നിങ്ങൾ പരിഭ്രമിക്കണേ? മാതാപിതാക്ക് പരിഭ്രമിക്കേണ്ട.
നിങ്ങൾ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുക. എന്നിട്ട് ദൈവത്തോട് മാപ്പ് പറയുക. നിങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി സഹനം ഏറ്റെടുക്കുക, പ്രാർത്ഥന കൂട്ടുക, ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന സ്വീകരണം, പരിശുദ്ധ ജപമാല, വിശുദ്ധ കുരിശ്, ഇതെല്ലാമാണ് നിങ്ങളുടെ ആയുധങ്ങൾ. എന്നിട്ട് പരിശുദ്ധ അമ്മയും ഈശോയും പറയുന്നുണ്ട്, നിങ്ങൾ ഭയം കൊണ്ട് പ്രലോഭിതരാകാതിരിക്കുക. ഭയം കൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ ഒന്നു ചേരണമെന്നാണ് പറയുന്നത്. അതുപോലെ ശുദ്ധീകരണ സ്ഥലത്ത് നിത്യനരകാഗ്നിയുടെ അത്രയും പോന്ന തട്ടിൽ കുറേ പേരുണ്ടെന്ന്. കലാകാരന്മാർ, രാഷ്ട്രീയക്കാർ, ഭരണാധികാരികൾ, രാജാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ, എഴുത്തുകാർ, കായിക താരങ്ങൾ ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. യുക്തി കൊണ്ട് ചിന്തിച്ചവരാ. അത് സത്യമാണ് കേട്ടോ. അത് ഇടയിൽ ഞാൻ കുറേ സത്യമാണെന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കണ്ട കാഴ്ചകൾ വരുമ്പോഴാണ് സത്യമാണെന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ശുദ്ധീകരണ സ്ഥലം കാണുമ്പോൾ ഈ ആത്മാക്കൾ വരുമ്പോൾ പ്രതീക്ഷിക്കാത്ത കുറേ ആളുകളുടെ ആത്മാക്കളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ കുർബാന പണം കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്തേക്ക് വന്നതല്ലേ. ഞാനൊന്നും നോക്കിയിട്ടില്ല അവരേത് ജാതി ഏത് മതം. പക്ഷെ ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. ദൈവമേ, ഇവർക്കൊന്നും ഈശോ ഉണ്ടായിരുന്നില്ലല്ലോ, ഇവർ വേറെ മതങ്ങളിൽ പെട്ടവരല്ലേ. പക്ഷെ അവർ ചോദിച്ചു വരുന്നത് കുർബാനയാണ്. എന്നിട്ട് അന്യരെ പോലെ അകന്ന് നിൽക്കുകയാണ്. കാരണം അവർ ക്രിസ്ത്യാനികളല്ലല്ലോ. ഞങ്ങളെയും സമർപ്പിക്കോ എന്ന് പറഞ്ഞിട്ട്. വിജാതീയരുടെയും സജാതീയരുടെയും ദൈവമാണ് നമ്മുടെ കർത്താവ്. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേലെ ഒരുപോലെ മഴ പെയ്യിപ്പിക്കുന്നവനാണ് ദൈവമായ കർത്താവ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചില മേലാധികാരികളൊക്കെ കാണിച്ചത് ഞാൻ ഞെട്ടി വരച്ച് പോയിട്ടുണ്ട്. ദൈവമേ, പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു മാസത്തിൽ കുറേ പരിശുദ്ധ കുർബാന ഇങ്ങനെ അറിയാതെ വന്നു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുന്നുണ്ട്. കാരണം ആരും അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കില്ല. അതായിരിക്കാം ഇപ്പം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്. വളരെ വണ്ടറടിച്ചിട്ടുണ്ട് കുറേ ആളുകളെയൊക്കെ കാണുമ്പോൾ. സമൂഹത്തിൽ ഉന്നതിയിലിരുന്ന ആളുകളാണ്. ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല സഹോദരങ്ങളെ. പക്ഷെ ഞാനിത് കാണുന്നതുകൊണ്ട് വിശ്വസിക്കും. ഞാൻ പ്രാർത്ഥിക്കും. മരണം വരെ ഞാൻ ഇങ്ങനെയാണ്. ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത അഹങ്കാരത്തെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളും പ്രാർത്ഥിക്കണം. മ്ലേച്ഛമായ ആഭിചാര പ്രവൃത്തികൾ ചെയ്തവർ, സഹോദരങ്ങൾ, എനിക്കിഷ്ടമില്ലാത്തവർ, നശിച്ചു പോകാനായിട്ട് ഗൂഢോത്രം ചെയ്തവർ ഒക്കെ അവിടെ കിടന്ന് പുകഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക. പുകഞ്ഞോടാണ് ഗൂഢോത്രം ചെയ്തവർ. എല്ലാത്തിനും മാപ്പ് പറയേണ്ട സമയം അതിക്രമിച്ചു. കുമ്പസാരക്കൂട്ടിൽ കയറി നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക, പരിഹാരം ചെയ്യുക എന്ന് എടുത്തെടുത്ത് പരിശുദ്ധ അമ്മയും ഈശോയും പറയുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ശക്തി ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഏകശക്തി. അതുകൊണ്ട് യോഗ്യതയോടുകൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. മാരക പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കരുത്. കുമ്പസാരക്കൂട്ടിൽ പോയിട്ട് ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ച് ഈശോയോട് ഏറ്റു പറഞ്ഞതിന് ശേഷം കുർബാന സ്വീകരിച്ചാൽ മതി. അതുപോലെ കർത്താവ് പറയുന്നുണ്ട്, നാമമാത്രമായ ക്രിസ്ത്യാനിയായിട്ട് നീ ജീവിക്കണ്ട. എല്ലാ സംഭവങ്ങളെയും നേരിടാനുള്ള ശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുക. പരിശുദ്ധ ജപമാല ഉപേക്ഷിക്കരുത്. ഈ കുഞ്ഞിനോട് പറഞ്ഞത്, ഈ കന്യാസ്ത്രീക്കുട്ടിയോട് പറയുന്നത് പരിശുദ്ധ കുർബാന നാവിൽ തന്നെ സ്വീകരിക്കണമെന്നാണ്. അനുദപിച്ച് കുമ്പസാരിക്കണം. എന്നിട്ട് പരിശുദ്ധ അമ്മയും ഈശോയും പറയുന്നുണ്ട്, പ്രവചനങ്ങൾ ഒന്നിനു മീതെ ഒന്നായിട്ട് നിറവേറ്റപ്പെടുന്ന സമയം വരുന്നു. നിങ്ങൾക്ക് ശ്വാസമെടുക്കാൻ പോലും ഇടം നൽകാത്തത്ര വേഗത്തിലായിരിക്കും അവ സംഭവിക്കുക. പാപം ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഭയം തോന്നുമ്പോൾ, നിഷേധ ചിന്തകൾ വരുമ്പോൾ എൻ്റെ അടുക്കിലേക്കും എൻ്റെ പുത്രൻ്റെ അടുക്കിലേക്കും ഓടി വരിക. കാരണം അനേകർ വഞ്ചിക്കപ്പെടാൻ പോകുന്നു. ഈ വാക്കുകൾ ഗൗരവമായിട്ടെടുക്കുക. ഇതാ കാലം നിന്റെ തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്നു. എൻ്റെ കുഞ്ഞെ, വെള്ളപ്പൊക്കം സംഭവിക്കാനിരിക്കുന്നു. അത് എല്ലായിടത്തും സംഭവിക്കും. വെള്ളപ്പൊക്കം എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. വെള്ളപ്പൊക്കം എന്ന് കേട്ടാൽ പേടിയാണ്. അത് അപ്പോൾ പീച്ചി ഡാം തുറന്നോ നോക്ക്. ഞങ്ങൾ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിരിക്കുക. വെള്ളപ്പൊക്കം വരും. വരാതിരിക്കട്ടെ. ഞാൻ പരിശുദ്ധ അമ്മോട് പറഞ്ഞിട്ടുണ്ട്, പൊന്നെ, ഇനി ഇപ്പോൾ വന്നാൽ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഞങ്ങൾ ഓടാൻ വയ്യല്ലോ. അതുകൊണ്ട് ഒന്നും ഒഴിവാക്കി തരണേന്ന്. വെള്ളപ്പൊക്കം വരാതിരിക്കാൻ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ദേശം ചെയ്ത പാപത്തിന് പരിഹാരം, ലോകം ചെയ്ത പാപത്തിന് പരിഹാരം, മാപ്പാക്കണേ കരുണ കാണിക്കണേ, മാപ്പാക്കണേ കരുണ കാണിക്കണേ എന്ന് നിരന്തരം കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുക്കുക. അന്തിമ യുദ്ധത്തിനായി ഒരുങ്ങ്. നിങ്ങളിങ്ങനെ പറയേ എന്നാണ് പരിശുദ്ധമ്മ പറയുന്നത്. ചിലപ്പോൾ അത് അനേകർ രക്ഷയ്ക്ക് ഉപകരിക്കും. സത്യം മാത്രമേ പറയാവൂ, വേറെ കൂട്ടിച്ചേർത്ത് പറയരുത്.
കേൾക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ സത്യം വിളിച്ചു പറയേ. അതിന് ധൈര്യം ആവശ്യമാണ്. ചിലയിടത്തൊക്കെ ചിലരെ കുറ്റപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഷോപ്പിംഗ് പരിപാടി നടക്കില്ല. എല്ലാവരെയും ഏകീഭവിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. പറയേണ്ടത് ധൈര്യം വേണം. അതിന് എന്നെപ്പോലെ നാളെ ജീവൻ പോകും എന്നുള്ളവർക്കേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ധൈര്യപൂർവ്വം പ്രഘോഷിക്കണം. അന്ത്യകാലം അടുത്തു. മഹാപീഡനം വരുമ്പോഴേക്കും മാനസാന്തരപ്പെടണം. നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്കൊന്നും മാറ്റം വരുത്തണം. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം പിന്നെ സഹനമേ ഉണ്ടാകില്ല. ഒരു പുതിയ ലോകം വരും. പുതിയ ലോകം. എളിമപ്പെട്ട് അനുദപിച്ചില്ലെങ്കിൽ നശിക്കേണ്ടവർ നശിക്കും. എന്നിട്ട് പുതിയൊരു ലോകം വരും. ഇപ്പോഴും സമയം വൈകിട്ടില്ല. തിന്മ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്കിപ്പോഴും പറ്റും. നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന മൃഗമാണ് യഥാർത്ഥ പ്രതിയോഗി. വഞ്ചന, ചതി, മറ്റുള്ളവരുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തുക, ഇതാണ് അവൻ്റെ വലിയ സ്വഭാവം. ആരെങ്കിലും നന്നാവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ മുൻകാല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ അറിയുന്നവരുടെ അടുത്തൊക്കെ പോയിട്ട് അവരെക്കുറിച്ച് നുണ പറയും. അത് പരിശുദ്ധാത്മാവില്ലാത്തവരൊക്കെ അത് വിശ്വസിക്കും. എന്നിട്ട് ഈ ആളെക്കുറിച്ച് സൽപ്പേരിന് കളങ്കം വരുത്തി ഇയാളുടെ കണക്ഷൻസ് ഒക്കെ നോക്കും. ആരൊക്കെയാണ് ഇവർക്ക് പോയി കാണുന്നത്, അവിടെയൊക്കെ പോയിട്ട് പറയും. ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഈ ആളെ വ്യഭിചാരത്തിന് വിളിച്ചു എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ എല്ലാവരും വെറുക്കുമല്ലോ. എനിക്ക് അനുഭവം ഉണ്ട്. അങ്ങനെ എല്ലാ കണക്ഷനിലും പോയിട്ട് പറയും, എന്നെയൊക്കെ അവർ വ്യഭിചാരത്തിന് വിളിച്ചിട്ടുള്ളതാ, അവരിത്ര നല്ലവരൊന്നല്ല നിങ്ങൾ കാണുന്ന പോലെ, സൽപ്പേര് പോകാൻ അതുപോലെ. അപ്പോൾ ആ ആള് പറയുന്നൊന്നും ആരും വിശ്വസിക്കില്ല. ചിലരൊക്കെ തിരിച്ചറിയും അന്ധകാരം. അത് എനിക്കതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും ചിലപ്പോൾ തിരിച്ചു പറയും, എന്താ ഇങ്ങനെ ഇയാളെ പറയണേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കും, നിങ്ങൾക്ക് എന്താ തോന്നിയത്? അപ്പോൾ പറയും, പിശാചല്ലേ. ആ, പിശാച്. പ്രിയ സഹോദരങ്ങളെ, തെറ്റ് ചെയ്യാത്തവരിങ്ങനെ പ്രചരിപ്പിച്ച് പോകുന്നവരുണ്ട്. അത് അവരുടെ ഉള്ളിൽ പിശാചാണ് അവരെ ചങ്ങലക്കിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയാണ്, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പാണ്. ഈ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പിന്തിരിഞ്ഞില്ലെങ്കിൽ വലിയ പീഡനങ്ങൾ, വലിയ സഹനങ്ങൾ. അതുപോലെ കർത്താവ് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്തോ അത് നിന്റെ കുടുംബത്തിലൂടെ ഞാൻ വരുത്തി നിനക്കതിൻ്റെ വാല്യൂ മനസ്സിലാക്കി തരുമെന്ന്. അത് പല വഴിക്കും സഹനങ്ങൾ, മനസ്സിലാക്കലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദർശനങ്ങളെ സന്ദേശത്തെ പുച്ഛിച്ചു തള്ളിയവർ ഇന്ന് ദർശനങ്ങളുടെയും സന്ദേശത്തിന്റെ പിന്നാലെ പോകുന്നത് കാണുമ്പോൾ ചിരി വരും. കർത്താവ് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക. അങ്ങനെ പല വഴിക്ക് കർത്താവ് മാനസാന്തരത്തിനുള്ള വഴികൾ കണ്ടെത്തുന്നുണ്ട്. വീണ്ടും അവസാനമായിട്ട് പറയുന്നു, മനുഷ്യവർഗത്തിന്റെ നല്ലൊരു ഭാഗം തുടച്ചു നീക്കപ്പെടും. ദൈവത്തിന് പ്രതിഷ്ഠരായ ആത്മാക്കൾക്കെതിരെ പിശാച് അലറും. ദൈവത്തിനെ ഉയർത്തുന്നവരുടെ മേൽ അവൻ അലറി പലതും ചെയ്യും. ഭയപ്പെടരുത്. മരണം വന്നാലും ദൈവത്തിന് നകലരുത്. കാരണം എന്നായാലും മരിക്കും. ദൈവത്തിനെ തള്ളിപ്പറഞ്ഞ് മരിച്ചാൽ അതിനേക്കാളും വലിയ നഷ്ടമില്ല. മോശപ്പെട്ട അവസ്ഥയത്. അവസാന നിമിഷം വരെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ട ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിലേക്ക് ഉടൻ മടങ്ങുക. ജപമാല ധാരാളമായി പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. പാപം ചെയ്യുമ്പോൾ സ്നേഹത്തെയും ജീവനെയുമാണ് നമ്മൾ നശിപ്പിക്കുന്നത്. കരുണയുടെ കാലം ഉടൻ തന്നെ അവസാനിക്കാറായിരിക്കുന്നു. എന്നാൽ എൻ്റെ മുന്നറിയിപ്പ് സംഭവിക്കുന്നതോടെ അത് അവസാനിക്കും, പൂർണ്ണമായും അവസാനിക്കും. പിന്നെ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് ഒരുക്കമുള്ളവരായിരിക്കുക. അവസാനം പറയുന്നു, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇതെല്ലാം കേട്ടിട്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക. എൻ്റെ അടുത്തേക്ക് കുമ്പസാരക്കൂട്ടിലേക്ക് വരുന്ന ഓരോ മക്കളുടെയും പാപം ഞാൻ ക്ഷമിക്കും. അവർക്ക് പിന്നെ പരിഹാരം മാത്രമേ വേണ്ടൂ. എൻ്റെ ജനമേ, നിങ്ങളുടെ ബലം പ്രാർത്ഥനയാണ്, എൻ്റെ ശരീര രക്തങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് ഓടിയണയാം. പരിശുദ്ധ കുർബാനയിലേക്ക്, പരിശുദ്ധ അമ്മയിലേക്ക്, പരിശുദ്ധ ജപമാലയുമായിട്ട് നമുക്ക് ഓടിയണയാം. കുർബാനയാണ് നമ്മുടെ ശക്തി, അതിനെ തകർക്കരുത്. പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി അർപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവകരുണ അവസാനിച്ചിട്ടില്ല, എന്നാൽ അത് അവസാനിക്കാൻ പോവുകയാണ്. അത് മുന്നറിയിപ്പിൻ്റെ സമയത്തും അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ കരുണ അവസാനിക്കും. പിന്നെ നീതി മാത്രമാണ്. മുന്നറിയിപ്പ് നിങ്ങളുടെ തൊട്ടടുത്താണ്. ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്,
മാനസാന്തരപ്പെടുക, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക. പ്രിയ സഹോദരങ്ങളെ, കരുണയുടെ അവസാന മണിക്കൂർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പ്രവചനങ്ങൾ വരും. പല പല സ്ഥലങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതൊക്കെ എടുത്തു പറയും. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിഞ്ഞുകൂടാ. ഞാനൊരിക്കൽ കിബ്ഹോയിലെ സെഗദാശ്യ ഈശോയെ കണ്ടുമുട്ടിയ ബാലനോട് പരിശുദ്ധ അമ്മയും ഈശോയും കൊടുത്ത കുറേ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഈശോയോട് ഈ സെഗദാശി ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള മറുപടി കർത്താവ് പറഞ്ഞു തന്നിട്ടുള്ളത് ഞാൻ മറന്നിട്ടില്ല. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി തിടുക്കത്തിലൊരുങ്ങുക. വരും വർഷങ്ങൾ കാലത്തിൻ്റെ അവസാനമാണ്. ലോകം അവസാനിക്കുന്നതിനെക്കുറിച്ച് നാം ഭയപ്പെടേണ്ട. നിന്റെ ദൈനംദിന ജീവിതം നന്നാക്കിയാൽ മതി. ഇതാണ് എപ്പോഴും എല്ലാവരോടും പറയുന്നത്. അവസാന കാലത്തേക്ക് നിങ്ങൾ എങ്ങനെ ഒരുങ്ങണം? പ്രോജക്റ്റുകളൊന്നും തയ്യാറാക്കണ്ട, ഇനി വലിയ ഇതുകളൊന്നും സംഘടിപ്പിക്കണ്ട. ദൈനംദിന ജീവിതം നന്നാക്കുക, നമ്മുടെ ജീവിതം നന്നാക്കുക. സ്നേഹത്തിൽ ചതിക്കാതെ വഞ്ചിക്കാതെ ദൈവത്തിനെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുംഭസാരം, പരിശുദ്ധ ജപമാല, ദിവ്യകാരുണ്യാരാധന, വിശുദ്ധ കുരിശ്, ഇതാണ് നമ്മുടെ ആയുധങ്ങൾ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇതെല്ലാം മനസ്സിൽ കണ്ട് അവസാന ദിനങ്ങൾക്കായിട്ട് ഒരുങ്ങാം. ഒന്നുകിൽ നമ്മുടെ അവസാനം അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനം, രണ്ടായാലും സംഗതി ഒന്ന് തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. യോഗ്യതയോടുകൂടി ദിവ്യകാരുണ്യം സ്വീകരിച്ച് സാത്താനെതിരെ നമുക്ക് യുദ്ധത്തിനായിട്ട് ഒരുങ്ങാം. അവൻ്റെ കെണിയിൽ വീഴാതിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.